നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു PG B.Ed ഒക്കെ പഠിച്ച ടീച്ചറാണ്. നമ്മളിവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് നേരിട്ട് പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികളുടെ എന്തൊക്കെ കഴിവുകൾ ഉണ്ട്, അവർക്ക് എന്തൊക്കെ അവർക്ക് ഇല്ലാത്തതുണ്ട് എന്നൊക്കെ ഒരു ടീച്ചർക്ക് നേരിട്ട് വന്ന് ട്യൂഷൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇല്ലാത്തത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ഉള്ളതിനെ വികസിപ്പിച്ച് കൊടുക്കുകയുമാണ് ഒരു ടീച്ചറുടെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ 2020 മുതൽ കോവിഡ് വന്നതിന് ശേഷം സ്കൂളുകളൊക്കെ പൂട്ടിയതിന് ശേഷം നമ്മൾ വീട്ടിൽ ട്യൂഷൻ തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ 20 മുതൽ 5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ട്യൂഷൻ എടുക്കാനായി. ഇനി പുതിയ വർഷം നാളെ അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നാളെ മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രക്ഷിതാക്കൾ ഇപ്പോൾ ട്യൂഷൻ വെക്കേഷൻ ടൈമിലൊന്നും ട്യൂഷൻ എടുക്കരുതെന്ന് മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ട്യൂഷൻ നമ്മൾ എടുത്തിരുന്നില്ല വെക്കേഷൻ ടൈമിൽ. പിന്നെ അത് കുട്ടികൾ കളിക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും എവിടെയെങ്കിലും ട്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കണമെങ്കിൽ മന്ത്രിക്കൊക്കെ അറിയിക്കണം എന്നൊക്കെയുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു പത്രത്തിലും മറ്റേ സോഷ്യൽ മീഡിയയിലെല്ലാം. മന്ത്രി നേരിട്ട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ നാളെ ജൂൺ 1 തിങ്കളാഴ്ച തൊട്ട് ട്യൂഷൻ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ അപ്പോൾ ജൂൺ 1 നമ്മൾ ട്യൂഷൻ എടുക്കുകയാണ്. ഇവിടെ തൃക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ തൃക്കാവ് കൊല്ലമ്പടി ചന്തപ്പടി റോഡ് സൈഡിൽ ബസ് റൂട്ടിൽ തന്നെയാണ് വീട് വരുന്നത്. അപ്പോൾ അവിടെ വീട്ടിൻ്റെ മുന്നിൽ ട്യൂഷൻ എടുക്കുന്ന ഒരു ബോർഡുണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 10ാം ക്ലാസ് വരെ ട്യൂഷൻ എടുക്കും. UKG മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ ട്യൂഷൻ എടുക്കും. സ്റ്റേറ്റ് സിലബസിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. CBSE കുട്ടികൾക്കും ട്യൂഷൻ എടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ രക്ഷിതാക്കൾ, എനിക്ക് പറയാനുള്ളത്, പല രക്ഷിതാക്കളും ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ടാണ് ട്യൂഷൻ. പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഓൺലൈൻ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ രക്ഷിതാവും ഒപ്പം ഇരിക്കണം. പിന്നെ മാത്രമല്ല കുട്ടിയുടെ കണ്ണിനെയൊക്കെ അത് ബാധിക്കും. ഈ ഓൺലൈന് മൊബൈലിൽ ഇങ്ങനെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കുട്ടീനെ അത് കണ്ണിനെ ഭാവിയിൽ ബാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ണ് ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഈ ഫോണിൽ കളിക്കുന്ന കുട്ടികളും ഒക്കെയാണ് ഈ ഇപ്പോൾ രക്ഷിതാക്കൾ കൂടുതൽ അവരുടെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി മൊബൈലാണ് കുട്ടികൾ കളിക്കാൻ കൊടുക്കുന്നത്. അത് നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ് പറയുന്നത്. കണ്ണിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ പിന്നെ പഠനം അത്ര നന്നായി നടക്കില്ല. മാത്രമല്ല രക്ഷിതാവ് വെറുതെ സമയം കളയും വേണം. ഇത് ഒരു ടീച്ചറെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നേരിട്ട് ആ ടീച്ചർ കുട്ടിയെ നേരിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും രക്ഷിതാക്കൾ നമ്മളെ എത്തിക്ക് ട്യൂഷന് പറഞ്ഞയക്കുക. ഇവിടെ കുറേ കുട്ടികൾ 5 വർഷമായിട്ട് കുറേ കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. UKG മുതൽ LKGയിൽ 1 വർഷം കുട്ടി ഉണ്ടായിരുന്നു, പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ രക്ഷിതാക്കൾക്കൊക്കെ അറിയാം നമ്മളെങ്ങനെയാണ് ആ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിരുന്നതെന്ന് അവർക്കറിയാം. പിന്നെ അവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരാണ്, സ്റ്റാറ്റസ് കാണുന്നതാണ്. യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മളെ വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പോൾ സുനന്ദ സുനിൽകുമാർ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ യൂട്യൂബിലും സുനന്ദ സുനിൽകുമാർ അടിച്ചാൽ കാണാം. യൂട്യൂബിൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ, രക്ഷിതാക്കൾക്ക് വേണ്ടിയ വീഡിയോകളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്യൂഷന് പറഞ്ഞയക്കുക. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസ് നമ്മൾ ഈടാക്കുന്നുള്ളൂ. മന്ത്ലി ഫീസ് വളരെ കുറച്ച് ഫീസ് നിങ്ങൾക്ക് എല്ലാ പാവപ്പെട്ടവർക്കും പഠിക്കാവുന്ന രീതിയിലുള്ള ഫീസ് നമ്മൾ പണക്കാർക്കും പാവപ്പെട്ടവർക്കൊക്കെ ഒരുപോലെയുള്ള ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മളെ നമ്പർ എന്ന് പറയുന്നത് 99 46 91 24 നമ്മളെ ട്യൂഷൻ ബോർഡിൽ നമ്മൾ LKG മുതൽ 8ാം ക്ലാസ് വരെ എന്നാണ് ട്യൂഷൻ ബോർഡിൽ. അത് 2020 വെച്ചൊരു ബോർഡാണ്. പക്ഷെ നമ്മൾ 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലൊക്കെ കുട്ടികളോട് വന്നിട്ടുണ്ട്, പഠിച്ചു പോയിട്ടുണ്ട്. അവർ ഡിഗ്രിക്ക് +2 ഒക്കെ കഴിഞ്ഞ്
ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികളുണ്ട്, പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളെ പറ്റിയിട്ട് അവർക്കൊക്കെ അറിയാം, നന്നായിട്ട് അറിയാം, രക്ഷിതാക്കൾക്കും അറിയാം, കുട്ടികൾക്കും അറിയാം നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്, ടീച്ചർ എങ്ങനത്തെ ടീച്ചറാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അപ്പോൾ നമ്മൾ കുറേ സ്കൂളുകളിലും 12 സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ 3 അൺഎയ്ഡഡ് സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ കോളേജുകളിൽ 3-4 പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അത്രയും 25 വർഷം ടീച്ചിങ് സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ്. അപ്പോൾ നിങ്ങളെ കുട്ടികളെ വളരെ മാതൃസ്നേഹത്തോടു കൂടിയായിരിക്കും നമ്മൾ അവരോട് പെരുമാറുക. അപ്പോൾ അമ്മമാർ, ജോലിയുള്ള അമ്മമാർ എന്തായാലും ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഭാവി ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ്. കുട്ടികളെ നമ്മളെ ഏൽപ്പിക്കുക. നമ്മൾ രാവിലെയും വൈകിട്ടും ട്യൂഷൻ എടുക്കും. നിങ്ങളുടെ സമയം, കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ട സമയം, ഇവിടെ വരേണ്ട സമയം എത്ര വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്യൂഷൻ എടുക്കുക. നമ്മൾ രാവിലെയും വൈകിട്ടും സ്കൂളിൽ വന്നിട്ടും ട്യൂഷൻ എടുക്കും. സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേയും നമ്മൾ ട്യൂഷൻ എടുക്കും. അപ്പോൾ നമ്മളെ അടുത്ത് കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിങ്ങളുടെ കുട്ടികളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ ടീച്ചർ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വരാം.